മിറാക്കിൾ ഗാർഡനിൽ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും നല്ല ടയേർഡ്. അപ്പം നമ്മൾ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം ആയപ്പോൾ പാംജുമേറയിലെത്തി. രാവിലെ മൊത്തം ഉള്ള വെയിലൊക്കെ കൊണ്ട് ഇവിടെ വന്നപ്പോൾ നല്ലൊരു ആശ്വാസം തോന്നി. കാരണം വെയിൽ താന്ന് നല്ലൊരു ചില്ലിങ് ക്ലൈമറ്റ് ആയിരുന്നു. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് സീൻസൊക്കെ നോക്കിക്കൊണ്ട് വന്നു. കുറേ കൺട്രീസിൽ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും കുറേ എന്ന് വെച്ചാൽ ഒരുപാടല്ല കേട്ടോ, വിരലിൽ എണ്ണാവുന്ന കൺട്രീസിൽ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ദുബായ് എന്ന ഈ നഗരത്തിൽ വരുന്ന ആദ്യമായിട്ടാണ് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ഇവിടെ വരണം എന്ന് തോന്നിയ ഒരു കൺട്രി ദുബായ് മാത്രമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാലും അറിയത്തില്ല. ഈ ആകർഷണം ഉള്ള ഒരു കൺട്രി ദുബായ് ആണെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്. പാംജുമേറ കുറച്ചുകൂടി ഡീറ്റെയിലി കാണണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങളുടെ സമയം പരിമിതി കാരണം ഞങ്ങളെല്ലാം ഉള്ള സമയം കൊണ്ട് കവർ ചെയ്യാൻ നോക്കുകയാണ്. കാരണം ഇന്നൊരു ദിവസം കൂടെ ഞങ്ങൾ ദുബായിലുള്ളൂ. നാളെ ഞങ്ങൾക്ക് റിട്ടേൺ ഫ്ലൈറ്റ് ആണ്. അടുത്ത പ്രാവശ്യം ഇങ്ങനൊരു സാഹചര്യം ദൈവം സഹായിച്ചുണ്ടാവട്ടെ. അപ്പോൾ പാംജുമേറയൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിലി നമുക്ക് വന്ന് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഹോട്ടൽ, അറ്റ്ലാന്റിസ് ഓഫ് റോയൽ എന്നാണ് ഹോട്ടലിന്റെ പേര്. ഇപ്പൊ സമയം വൈകുന്നേരമായി. എന്റെ മോന്ത കണ്ടാ നിങ്ങൾക്കറിയാം, ആടി തളർന്ന് സൗണ്ടൊക്കെ പോയി, തൊണ്ട ഫുള്ള് പോയി കിടപ്പാണ്. ഫുള്ള് വെയിലായിരുന്നോണ്ട് വാടി തളർന്നു പോയി. ഇപ്പൊ ഞങ്ങൾ വന്നേക്കുന്ന ഐൻ ദുബായിലാണ്, ബ്ലൂ വാട്ടേഴ്സ് ഏരിയയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഐൻ ദുബായ് ബിൽഡിംഗ് ഇതിന്റെ താഴെയാണ് നിൽക്കുന്നത്. ആക്ച്വലി ഞാനത് കാണിച്ചു തരാം. ഞങ്ങൾ ഈവനിങ് ഒന്ന് വെറുതെ പുറത്തിറങ്ങാമെന്ന് വെച്ചിട്ട് അവിടെയും പോയിട്ട് പിന്നെ ഇവിടെയും വന്നു. അവിടെ പോയപ്പോൾ തന്നെ ഫുള്ള് സൗണ്ടൊക്കെ പോയി, സംഭവം ഫുള്ള് പോക്കായി കിടപ്പാണ്. ഇപ്പം ഞാൻ ഈ സംഭവം കാണിച്ചു തരാവേ. ഞങ്ങളിപ്പോൾ ഐൻ ദുബായിലാണുള്ള. ആക്ച്വലി റോട്ട് പോലത്തെ സാധനം ഇതിൽ അവർ ഡൈനിങ് ഏരിയ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാണാവോ എന്ന് എനിക്ക് അറിയത്തില്ല, കാണുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇത് ആക്ച്വലി ഇത് റൊട്ടേറ്റ് ആയിട്ട് വരുമ്പം ഇവിടെ മെറീന സ്ഥലത്തുള്ള ഈ വ്യൂ ഫുള്ള് കാണാം. മെറീന ഏരിയയിലെ ഫുൾ വ്യൂ കാണാൻ പറ്റും. അടിപൊളിയാണ് ആക്ച്വലി. കാണാവോ? ഐൻ ദുബായ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കാണാവോ? ഇത് ആക്ച്വലി ഒരു അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത്. ഇത് കറങ്ങി ഇങ്ങനെ ചുറ്റി വരുമ്പോൾ നല്ല വ്യൂ ആണ് ഫുള്ള്. പക്ഷെ ഞാൻ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ, ഇങ്ങനെ സൂമായി കാണാൻ. ഞാൻ കുറച്ചുകൂടെ ബാക്കിലൊക്കെ പോയെങ്കിൽ കാണാൻ പറ്റുമായിരുന്നു. സൈഡ് വ്യൂ എൻ്റെ ഇല്ല, ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് കയറണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അകത്ത് ഒരാൾക്ക് 200 എത്രയോ ദിറമാണ് ചാർജ് കയറണമെങ്കിൽ. അതുകൊണ്ട് സോറി, ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും കയറാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഐൻ ദുബായിൽ വരാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ബസ്, ടാക്സി എല്ലാം ഉണ്ട്. സോ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ ഏരിയ. സോ താല്പര്യമുള്ളവർക്ക് വരാം കേട്ടോ. ബാക്ക് ഓഫ് ദി ഡൈനിങ് ഏരിയ ഇവിടെ നല്ലൊരു കിടിലം അടിപൊളി നൈറ്റ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. നല്ലൊരു അടിപൊളി വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ. നടന്ന് കുറെ സമയം കൊണ്ട് നടക്കുന്നു ഗൈസ്, തീരുന്നില്ല, എത്തുന്നില്ല. ഹാപ്പി ആണെങ്കിൽ നല്ല ഉറക്കം. ഞങ്ങളങ്ങനെ ലാസ്റ്റ് ഡേ ഇൻ ദുബായ്. നമ്മൾ ദുബായിലെ സ്റ്റേയിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പം അബുദാബിയിൽ എയർപോർട്ടിൽ ബോർഡിംഗ് സ്ഥലത്തെത്തി. എല്ലാം ഫ്ലൈറ്റ് കയറാൻ നല്ല ചൂടുണ്ട്. ഞങ്ങളിന്ന് ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കാൻ പോകുന്നത്. മിക്കവാറും ഹാപ്പിക്ക് ബേസ്മെന്റ് കിട്ടും. എനിക്ക് വേണ്ടത് അടുത്തൊരു സീറ്റ് കിട്ടി. ഞാൻ റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ കിട്ടിയായിരുന്നു. ഹാപ്പിക്ക് ബേസ്മെന്റ് കിട്ടുമെന്നാണ് വിശ്വാസം. കാരണം നേരത്തെ ഫ്ലൈറ്റിന് ഫണ്ടില്ല, കിട്ടിയില്ല. ഞാൻ അവന് കഴിക്കുന്ന ഇതുണ്ടല്ലോ ടേബിൾ, അതിൻ്റെ മണ്ടയ്ക്ക് പില്ലോ കിടത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് കിടത്തിയത്.
ഇത്തവണ ഞങ്ങള് നേരത്തെ വരാമെന്നില്ല, പക്ഷെ ഇപ്പോഴാണ് ലേറ്റായി. ലേറ്റാകണം ഒന്ന്. പക്ഷെ എന്നാലും അവര് തന്നു, ബേസ്മെന്റ് കിട്ടിയായിരുന്നു. നേരത്തെ വന്ന ഫ്ലൈറ്റിൽ ഇൻഫാന്റ് കൂടുതലായിരുന്നു, അതൊന്നും ബിസിനസ് നമുക്ക് കിട്ടാത്ത. ഇപ്പൊ നമുക്ക് ബേസ്മെന്റ് കിട്ടി. സോ ഐ തിങ്ക് അടിപൊളിയായിരിക്കും തോന്നുന്നു. എന്തൊക്കെയാവും തിന്നാൻ കിട്ടുന്നതാണ് ഞാനിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്ന പ്ലേസിൽ വെക്കും. എല്ലാവരും കിടക്കുന്നു. ഇതൊന്നും കണ്ട് ആരും പേടിക്കണ്ട. ഇടയ്ക്ക് കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഗൈസ്. സ്വയം സംസാരിച്ച് സ്വന്തം കമ്പനി എൻജോയ് ചെയ്യുന്നതാണ് കുട്ടിയുടെ ഹോബി. അല്ല, നമ്മളുടെ ഇടയിൽ പല ആൾക്കാർക്കും ഈ ഹോബീസ് ഉണ്ട്, നോട്ട് ദ പോയിന്റ്. പക്ഷെ അവരൊന്നും അത് പുറത്തെടുക്കുന്നില്ല എന്നതാണ് സത്യം. കമോൺ, നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സംതൃപ്തി തട്ടി ഉണർത്തു ഗൈസ്. മൂവിങ് ആയി തുടങ്ങി ഗൈസ്. ടേക്ക് ഓഫ് ആവാൻ പോകുന്നു. റൺവേയിലെത്തി. റൺവേയിൽ അവന് ബ്രേസ്ലെറ്റ് കിട്ടിയേ. കിട്ടിയട ബ്രേസ്ലെറ്റ് കിട്ടിയട. ഡാഡി ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നട. അവ സിപ്പൊക്കെ തുറന്ന് സ്വയം എടുത്തു. അവന് തുറക്കാതിരിക്കാൻ പറ്റണില്ല. ഈ സിപ്പ് അവർ ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അവൻ തന്നെ സ്വയം തന്നെ സിപ്പൊക്കെ തുറന്നു കൈക്കിട്ട് അടിച്ച് ചീത്താക്കിയ. കണ്ട കണ്ട നമ്മള് ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്ന ആവാമെന്ന് വിടുന്നില്ല. കൈയൊക്കെ ഇട്ടത് അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ തള്ളക്കുമാണ് ക്ലോസ് ചെയ്തിരിക്കുക. കണ്ടു എന്റെ പുത്രൻ ചെയ്യുന്ന കലാപരിപാടികൾ. ഹാപ്പി പോയി. ഉറങ്ങൂലേ നീ? ഇങ്ങനെ കിടന്ന് എങ്ങനെ ഉറങ്ങാം? ഹാപ്പി പോയി ഉണ്ടാ കണ്ണൊക്കെ ഇട്ട് തിരുമണം. ഉറക്കം വരണു, പക്ഷെ അവന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? വെരി ഗുഡ്. സ്വയം അതൊക്കെ എടുത്ത് നോ ഹാപ്പി പോയി. ఏంటను അവൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ ഒരാളൊന്ന് സംസാരിച്ചോണ്ടേ ഇരിക്കണം. 4 മണിക്കൂർ ഈ ഫ്ലൈറ്റ് 4 മണിക്കൂർ സംസാരിക്കണം. അപ്പൊ അങ്ങനെ വാവ്. ഹാപ്പി പോയിടേ. ഹാപ്പി പോയി എവിടെ? കിടന്നവൻ അവിടെ കിടന്നാണ് ഉറങ്ങണം. നമ്മളെ സീറ്റ് ഇവിടെയാണ്. സോ സീറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കിങ്ങനെ അവർ ബേസ്നെറ്റ് ഫിറ്റ് ചെയ്ത് തരും, ബേബി ബെഡ്. സോ ഇതിൻ്റെ അകത്ത് കിടത്താം ബേബി. ഇല്ലെങ്കിൽ ഇപ്പം അവൻ കിടക്കുന്ന പോലെ. ബെഡിലുള്ള സിബ് അത് ഊരാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ട് പോയത്. അവനാണെങ്കിൽ അത് ഊരി പതുക്കിയെടുത്ത് ഞാൻ കാലൊക്കെ അടിച്ച് പോയ ബെഡ് വേണം. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്, കാലൊക്കെ ഇങ്ങനെ നീട്ടിയിട്ട് ഇരിക്കാം. ഇടയ്ക്കിടയ്ക്ക് അവൻ കഴിച്ച് നോക്കണമെന്നേ ഉള്ളൂ. ഉറങ്ങുമോ ആവോ എന്താ പറയാനറിയാം. കൈകാലൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട് അവിടെ. സ്വയം അതെടുത്ത് സ്വയം വെച്ചു കളിച്ചോണ്ടിരിക്കും. നല്ല വെയിലുണ്ട്.
ഇതാണ് നമ്മളെ ഇന്നത്തെ ഫുഡ്. ചിക്കൻ റൈസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. എല്ലാവരും ചിക്കൻ റൈസ് തന്നെയാണ് അടുത്തത്. ചിക്കൻ റൈസ്, പിന്നെ മാംഗോ ജ്യൂസ് എടുത്തു, പിന്നെ ബന്നുണ്ട്, ഇത് ഡെസേർട്ട് ആണെന്ന് തോന്നുന്നു, പിന്നെ ഇതൊരു സാലഡ് ആണെന്ന് എൻ്റെ ഒരു വിശ്വാസം. ലാൻഡിങ്ങിന് റെഡി ആയിട്ടിരിപ്പാണ് ആശാൻ. എല്ലാരും ലാൻഡിങ്ങിന് വേണ്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ലാൻഡ് ചെയ്യാൻ വേണ്ടി. ഏടാ ഹാപ്പി, ഏടാ ഹാപ്പി. ശരിയതടാ, ശരിയതടാ, ശരിച്ചടാ. മഴയാ? ബാഗേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടിട്ട് വന്ന എല്ലാം കിട്ടി. കെട്ടികളൊക്കെ കിട്ടി. ബാഗേജ് ഒക്കെ കിട്ടി. ഇനി ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. പിന്നെ ബാംഗ്ലൂരിൽ ഹാപ്പി എന്ത് ചീരിയടാ.